ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കേരള നവോത്ഥാനം, ശ്രീനാരായണ ഗുരു, തൈക്കാടയ്യ, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി തുടങ്ങിയ നവോത്ഥാന നായകരുടെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. ഇന്ന് നമുക്ക് വേറൊരു കേരള നവോത്ഥാന നായകനെ നോക്കാം. അധികമാരും ശ്രദ്ധിക്കാത്തതും എന്നാൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതുമായിട്ടുള്ളൊരു നവോത്ഥാന നായകനാണ് സി കൃഷ്ണൻ. 1867 മുതൽ 1938 വരെ ജീവിച്ചിരുന്ന കേരളത്തിലെ ഒരു പ്രധാന നവോത്ഥാന നേതാവാണ് സി കൃഷ്ണൻ. 1867 ജൂൺ 11 തൃശ്ശൂർ ജില്ലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പത്രപ്രവർത്തനം, സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു കേരള നവോത്ഥാന നേതാവാണ്. സി കൃഷ്ണൻ മിതവാദി പത്രം വാങ്ങുകയും 1913 മുതൽ 1938 വരെ കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രമാണ് മിതവാദി പത്രം. വളരെ ഇമ്പോർട്ടൻ്റ്. അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദി പത്രമാണ്. ഈ മിതവാദി പത്രത്തിൻ്റെ ആദ്യ ഉടമ വ്യാപാരിയായിരുന്ന ടി ശിവശങ്കരനായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു മൂർക്കോത്ത് കുമാരൻ. 1907 മിതവാദി പത്രം ആരംഭിച്ചത്. അവർണ സമുദായങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായ മുഖപ്രസംഗങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും മിതവാദി പത്രത്തിലൂടെ സി കൃഷ്ണൻ പോരാടി. മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് സി കൃഷ്ണനാണ്. മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ, ഇടയ്ക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് സി കൃഷ്ണനാണ്. അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെട്ട പത്രം ഏതെന്ന് ചോദിച്ചാൽ മിതവാദി പത്രമാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദി പത്രമാണ്. അദ്ദേഹം 1912 മുതൽ SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് ഉറച്ച പിന്തുണ നൽകിയിരുന്ന ഒരു നവോത്ഥാന നേതാവായിരുന്നു സി കൃഷ്ണൻ. SNDP യോഗത്തിൻ്റെ 9ാം വാർഷിക സമ്മേളനം ശിവഗിരിയിൽ നടന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് സി കൃഷ്ണനായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിനായി ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. അവിടെ താഴ്ന്ന സമുദായക്കാർക്ക് സംസ്കൃത പഠനത്തിന് അവസരം നൽകി. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ഇടയ്ക്കൊരു തവണ റാങ്ക് മേക്കിംഗ് ആയിട്ട് തന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ്. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത് ആരാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനാണ്. താഴ്ന്ന സമുദായക്കാർക്ക് സംസ്കൃത പഠനത്തിന് അവസരം നൽകി. 1917 നവംബർ 1 കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ അവർണർക്ക് ഏർപ്പെട്ടിരുന്ന വിലക്ക് ലംഘിച്ച് അതുവഴി നടന്നു. മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്ക് പ്രധാന കാരണം മദ്യമാണെന്ന് വിലയിരുത്തുകയും അതിൻ്റെ നിരോധനത്തിനായി നിലകൊള്ളുകയൊക്കെ ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സി കൃഷ്ണൻ. 1917 നവംബർ 1 കോഴിക്കോട് തളിക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ അവർണർക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ലംഘിച്ച് അതുവഴി നടന്നത് സി കൃഷ്ണനാണ്. അധസ്ഥിതരുടെ സാമ്പത്തിക മെച്ചപ്പെടുത്തലിനെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും 1909 കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിക്കുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ്. അധസ്ഥിതരുടെ സാമ്പത്തിക മെച്ചപ്പെടുത്തലിനെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും 1909 കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സി കൃഷ്ണനാണ്. ജസ്റ്റിസ് പാർട്ടിയിൽ അംഗമാവുകയും കോഴിക്കോട് ശാഖയുടെ അധ്യക്ഷനാവുകയും ചെയ്തു. മലബാർ കുടിയാൻ പ്രക്ഷോഭത്തിൽ സജീവമായി പങ്കെടുത്തു. 1930 മലബാർ ടെനൻസി ആക്ട് പാസ്സാക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചതും സി കൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നേതാവാണ്. അപ്പോൾ അധസ്ഥിതരുടെ സാമ്പത്തിക മെച്ചപ്പെടുത്തലിനെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും 1909 കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോൾ കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സി കൃഷ്ണനാണ്. അധസ്ഥിതരുടെ സാമ്പത്തിക മെച്ചപ്പെടുത്തലിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. ജസ്റ്റിസ് പാർട്ടിയിൽ അംഗമാവുകയും കോഴിക്കോട് ശാഖയുടെ അധ്യക്ഷനാവുകയും ചെയ്ത നവോത്ഥാന നേതാവാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ബുദ്ധമത സ്വീകരണം. അദ്ദേഹം ഈ ഹിന്ദു വ്യവസ്ഥയിൽ നിന്നിരുന്ന ജാതി വ്യവസ്ഥയിൽ പ്രതിഷേധിച്ച് ജാതി വ്യവസ്ഥയെ എതിർക്കുന്നതിന് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയ വർഷം 1925. സ്വന്തം വീടിന് സമീപം ഒരു ബുദ്ധമത ആരാധനാലയം ശ്രീകൃഷ്ണൻ പണിയെഴുപ്പിച്ചു. കേരളത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ മിശ്ര വിവാഹം നടന്നത് സി കൃഷ്ണൻ്റെ മകനും ഒരു ജർമ്മൻ യുവതിയും തമ്മിലായിരുന്നു. ജീവിതത്തിലും വളരെ ഈ പറയുന്ന ജാതി വ്യവസ്ഥകൾക്കെതിരെ പോരാടിയ ഒരാൾ തന്നെയാണ്. കേരളത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ആദ്യത്തെ മിശ്ര വിവാഹം നടന്നത് സി കൃഷ്ണൻ്റെ മകനും ഒരു ജർമ്മൻ യുവതിയും തമ്മിലായിരുന്നു. അദ്ദേഹം ജാതി വ്യവസ്ഥയെ എതിർക്കുന്നതിനാണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചതും 1925 ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുകയൊക്കെ ചെയ്തത്. അദ്ദേഹം പിന്നെ യുക്തിവാദം, കേരളത്തിലെ യുക്തിവാദികളുടെ ആദ്യ സമ്മേളനം നടന്നതും ശ്രീകൃഷ്ണൻ്റെ വീട്ടിൽ വെച്ചാണ്. മിതവാദി, സഹോദരൻ തുടങ്ങിയ പ്രധാന പ്രസിദ്ധീകരണങ്ങളിൽ യുക്തിവാദ സംബന്ധമായ ലേഖനങ്ങൾ ശ്രീകൃഷ്ണൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. യുക്തിവാദികളുടെ പത്രാധിപ സമിതിയിലെ അംഗങ്ങളായിരുന്നു രാമവർമ്മ തമ്പാനും CV കുഞ്ഞിരാമനും
സഹോദരൻ അയ്യപ്പനും MC ജോസഫും ശ്രീകൃഷ്ണൻ എന്നിവരൊക്കെ യുക്തിവാദിയുടെ പത്രാപ സമിതിയിലെ അംഗങ്ങളായിരുന്നു. ശ്രീകൃഷ്ണൻ തൻ്റെ അച്ഛൻ്റെ സ്മാരകമായി കോഴിക്കോട്ട് പണിത ഹാളാണ് പാറൻ ഹാള്. ശ്രീകൃഷ്ണൻ സ്വന്തം വസതിക്ക് സമീപം നിർമ്മിച്ച സമ്മേളന സ്ഥലം പാറൻ സ്ക്വയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ യുക്തിവാദികളുടെ ആദ്യ സമ്മേളനം നടന്നത് ശ്രീകൃഷ്ണൻ്റെ വീട്ടിൽ വെച്ചാണ്. മിതവാദി, സഹോദരൻ തുടങ്ങിയ പ്രധാന പ്രസിദ്ധീകരണങ്ങളിൽ യുക്തിവാദ സംബന്ധമായ ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. യുക്തിവാദിയുടെ പത്താതൃപ സമിതിയിലെ അംഗങ്ങളായിരുന്നു രാമവർമ്മ തമ്പാനും CV കുഞ്ഞിരാമനും സഹോദരൻ അയ്യപ്പനും MC ജോസഫും ശ്രീകൃഷ്ണൻ എന്നിവരൊക്കെ ഇതിലെ പത്രാധിപരായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സ്മാരകമായി കോഴിക്കോട്ട് പണിത ഹാളാണ് പാറൻ ഹാള്. ശ്രീകൃഷ്ണൻ സ്വന്തം വസതിക്ക് സമീപം നിർമ്മിച്ച സമ്മേളന സ്ഥലമാണ് പാറൻ സ്ക്വയർ. അപ്പോൾ ബാക്കി നവോത്ഥാന നായകർ ചാനൽ കിടപ്പുണ്ട്, അതുകൂടി ഒന്ന് നോക്കുക. താങ്ക് യു.